ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോൺസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ന്യൂറോൺസിനെ എല്ലാം ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ന്യൂറോൺസ് എന്ന വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് നോഡ്സ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ന്യൂറോൺസിന് പകരം നോഡ്സ് എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതിനനുസരിച്ച് വേരിയസ് ലെയേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റ, ആ ഡേറ്റയിൽ നിന്ന് അതിന്റെ പാറ്റേൺ, അതുപോലെ റിലേഷൻഷിപ്പ്, ഇൻഫർമേഷൻ, അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനുള്ള, ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് മെഷീന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്കൊരു സൗണ്ട് കേൾക്കുമ്പോൾ അത് ആരുടെ സൗണ്ട് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഇമേജ് കാണിക്കുമ്പോൾ അത് ആരുടെ ഇമേജ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു കഴിവ് നമ്മുടെ ബ്രെയിനുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉള്ളത്. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഡെൻഡ്രൈറ്റ് ഉണ്ട്, അതുപോലെ സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ആക്സോൺ, അതുപോലെ സിനാപ്റ്റിക് ടെർമിനൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൻഡ്രൈറ്റ് യൂസ് ചെയ്യുന്നത്. സെൽ ബോഡിയിലാണ് എല്ലാ ഇൻപുട്ടുകളും വന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യുന്നു. അതുപോലെ ആക്സോൺ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടിനെ മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്ന ആളാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോസസ്സ് തന്നെയാണ് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ റീപ്ലേസ്മെന്റ് നടക്കുന്നത് നോക്കാം. ഇവിടെ ബയോളജിക്കൽ ന്യൂറോണില് നമ്മൾ ഡെൻഡ്രൈറ്റിനെ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൽ ന്യൂക്ലിയസ് ഓർ സോമ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അവിടെ സെൽ ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്നത് നോഡ്സ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിനാപ്സ് ആണ്. സിനാപ്സിന് ആർട്ടിഫിഷ്യൽ ന്യൂറോണിൽ നമ്മൾ പറയുന്നത് വെയ്റ്റ്സ് എന്നാണ്. നെക്സ്റ്റ് ആക്സോൺ, റീപ്ലേസ്ഡ് ബൈ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബയോളജിക്കൽ ന്യൂറോൺസ് വേഴ്സസ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ജസ്റ്റ് നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഇൻപുട്ട് ആണ് വരുന്നത്. സെൽ ബോഡി, ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റ് ഒക്കെ ഉണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു പിക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന ഡെൻഡ്രൈറ്റിന്റെ ആ പാർട്ട് എന്ന് പറയുന്നത് അതാണ് ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? x0, x1, x2, xn വരെയുള്ള വാല്യൂസ് നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു വെയിറ്റും കൂടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതൊരു ഫംഗ്ഷനിലേക്ക് പോകുന്നു. ഇവിടെ രണ്ട് ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ലീനിയർ ഫംഗ്ഷനും മറ്റൊന്ന് ആക്ടിവേഷൻ ഫംഗ്ഷനും. ഈ രണ്ട് ഫംഗ്ഷനും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ബയാസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പല പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് വഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ടേം ആണ് ബയാസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, അപ്പൊ കൂടുതൽ മനസ്സിലാവും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എത്ര കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ കമ്പോണൻസ് ആണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെയാണ് ANN എന്ന് പറയുന്നത്, ഷോർട്ട് ഫോം ആണ്. നമുക്ക് ഇതിന്റെ കമ്പോണൻസ് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ പിക്ചർ ആണ്. നോക്കിക്കേ, ഇത് ഇൻപുട്ട് ലെയർ,
പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ആണ്. ഇവിടെ ഒരു ഹിഡൻ ലെയർ കാണുന്നുണ്ട്, പിന്നെ ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇൻപുട്ട് ലെയറിൽ എന്തെല്ലാം കാര്യങ്ങളാ വരുന്നത് നോക്കാം. ഇൻപുട്ട് ലെയറിൽ നമ്മൾ ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നു, അതുപോലെ റിസീവ് ചെയ്ത ഇൻപുട്ടിനെ ഹിഡൻ ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. അതാണ് ഇൻപുട്ട് ലെയർ ചെയ്യുന്ന ജോലി. ഇനിയിപ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇൻപുട്ടായിട്ട് നമ്മൾ ഒരു ഇമേജ് ആണ് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിലെ ഓരോ പിക്സൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡ് ഇൻപുട്ട് ലെയറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പിക്സൽ എന്ന് പറയുന്ന ആ ഒരു ഇമേജിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് പിക്സൽ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡ്സ് ഇൻപുട്ട് ലെയറിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ലെയറിനെ കുറിച്ചാണ്. ഇൻപുട്ട് ലെയർ എന്ത് ചെയ്യുന്നു? റിസീവ്സ് റോ ഡേറ്റ, ദെൻ ഇറ്റ് പാസസ് ടു ദി ഹിഡൻ ലെയർ. ഇപ്പോൾ പിന്നെ എക്സാമ്പിൾ പറഞ്ഞത് ഇമേജിന്റെ കേസാണ്. ഇമേജിലെ ഓരോ പിക്സൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡ്സ് ഇൻപുട്ട് ലെയറിൽ ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ആണ്. ഹിഡൻ ലെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിർച്വൽ കൺസെപ്റ്റ് ആണ്. അവിടെ നടക്കുന്നത് മെയിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ പ്രോസസ്സുകളാണ് ഹിഡൻ ലെയറിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ബയാസ്, വെയിറ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടേഷന്റെ സമയത്ത് ഹിഡൻ ലെയറിൽ വെച്ചിട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിഡൻ ലെയറിൽ നടക്കുന്നത് കമ്പ്യൂട്ടേഷനും അതുപോലെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള ബയാസും വെയിറ്റും ആഡ് ചെയ്യപ്പെടുന്നതും ഹിഡൻ ലെയറിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ലെയർ. ഔട്ട്പുട്ട് ലെയറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് കൊടുക്കുന്ന ഡേറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. പിന്നെ ഈ ഔട്ട്പുട്ടിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്ര ക്ലാസ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ റിഗ്രഷൻ പ്രോബ്ലം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ആ ഒരു കാര്യം മാത്രമാണ് ഔട്ട്പുട്ടിൽ നമുക്ക് നോക്കാനുള്ളൂ. ക്ലാസസിന്റെ എണ്ണത്തിനനുസരിച്ച് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. പ്രോബ്ലത്തിന്റെ എണ്ണം അനുസരിച്ച് റിഗ്രഷൻ പ്രോബ്ലത്തിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസിൽ നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് 3 കമ്പോണന്റ് ആണുള്ളത്: ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇവിടെ ഈ ഹിഡൻ ലെയറിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഹിഡൻ ലെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് വേരി ചെയ്യും, എത്ര വേണമെങ്കിലും ആകാം. ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിഡൻ ലെയർ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് ഒരു ഹിഡൻ ലെയറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഹിഡൻ ലെയർ ഇല്ലാതെയും വരാം. അപ്പൊ അത്രയാണ് കമ്പോണൻസിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പല തരത്തിൽ ന്യൂറൽ നെറ്റ്വർക്കുകളെ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ നമുക്ക് നോക്കാനുള്ളത് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും ഡേറ്റയുടെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് ഡേറ്റ കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എത്തുന്ന സമയത്ത് ചില കേസിൽ നമുക്ക് ബാക്കിലേക്ക് പോയി എന്തെങ്കിലും ഒരു ഡേറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിൽ നടക്കില്ല. കാരണം എന്താണ്? ഡേറ്റ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷൻ ഒള്ളിയാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ഉള്ള നെറ്റ്വർക്ക് ആണ് ഏത്? ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിൽ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കുമായിട്ടുണ്ട്, എങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ലെയേഴ്സ് തമ്മിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് യൂണിറ്റും അതുപോലെ വെയ്റ്റ്സിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കില് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ഉള്ളത്. ഏകദേശം സിമിലർ ആണ്, പക്ഷെ ലെയേഴ്സ് തമ്മിൽ യൂണിറ്റും വെയിറ്റും ആഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ലെയേഴ്സ് തമ്മിൽ ഉണ്ടാവും. അത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടൈപ്പ് എന്ന് പറയുന്നത് മോഡുലാർ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. മോഡുലാർ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും ഡിഫറെന്റ് ആയിരിക്കും. അവസാനം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ, നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടാൻ നേരം ഈ പറയുന്ന ഇൻപുട്ടുകളെ എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ മോഡുലാർ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടാസ്കുകൾ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ ന്യൂറൽ നെറ്റ്വർക്ക്.
ഇവിടെ ഒരു ഫംഗ്ഷന്റെ ഹെൽപ്പോടു കൂടിയാണ് ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ നോക്കാം, ഒരു സെന്ററും അതുപോലെ ആ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയും ഈ റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ ന്യൂറൽ നെറ്റ്വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ലെയറിനെ എടുത്തു പറയുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് ഹിഡൻ ലെയറിലെ ഒരു റേഡിയൽ ബേസിസ് ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലെയർ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ഔട്ട്പുട്ട് ലെയർ ആണ്. ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു തരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് റേഡിയൽ ബേസിസ് ഫംഗ്ഷനിൽ പറയാനുള്ളത്. റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അപ്പൊ നമുക്കിവിടെ അതുപോലെ ഒരു ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സെന്ററിനെ അടിസ്ഥാനമാക്കി ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും, അതുപോലെ തന്നെ 2 ലെയർ ഉണ്ട്. ആ 2 ലെയറിനും പ്രത്യേകം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഏതൊക്കെയാണ്? ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്, കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, മോഡുലാർ ന്യൂറൽ നെറ്റ്വർക്ക്, റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഒരെണ്ണം കൂടി ഉണ്ട്, റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ആണത്. റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ ലെയറിൽ കൂടിയും പാസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ലെയറിലും കിട്ടുന്ന ഔട്ട്പുട്ടുകൾ സേവ് ചെയ്ത് വെക്കുന്നു. അതാണ് റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഇത് ആവശ്യമായിട്ട് വന്നാൽ ഇത് സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിലെ ഓരോ ലെയറും എന്ന് പറയുന്നത് ഒരു മെമ്മറി സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് കുറച്ച് ഇന്റലിജന്റ് ആണ്. അതിന് മെമ്മറി സെല്ലായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പഠിച്ച ടൈപ്സ് ഒന്നുകൂടി നോക്കാം. ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്, കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, മോഡുലാർ ന്യൂറൽ നെറ്റ്വർക്ക്, റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ ന്യൂറൽ നെറ്റ്വർക്ക്, റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്